നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ മദ്യത്തിനുള്ള നിരോധനം തുടരുമെന്നും രാജ്യത്തെവിടെയും മദ്യ നിർമ്മാണമോ വിൽപ്പനയോ ഉപയോഗമോ അനുവദിക്കില്ല എന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മദ്യപാനത്തിന് അനുമതി നൽകുമെന്ന നിലയിൽ സോഷ്യൽ മീഡിയ പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് സൗദി ടൂറിസം മന്ത്രാലയം ഇക്കാര്യം നിഷേധിച്ച് രംഗത്ത് വന്നത്. ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് വ്യക്തമാക്കി. സൗദിയിൽ മദ്യപാനം ഗുരുതര കുറ്റകൃത്യമാണ്. പിടിക്കപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കും. വിദേശിയാണെങ്കിൽ ശിക്ഷ അനുഭവിച്ച ശേഷം നാടുകടത്തുകയും ചെയ്യും. ടൂറിസ്റ്റുകൾക്കിടയിൽ നടത്തിയ സർവേ പ്രകാരം സൗദി അറേബ്യയിലെ മദ്യനിരോധനത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചിട്ടില്ല എന്നും ടൂറിസം മന്ത്രി പറഞ്ഞു. യുഎഇയിൽ മാസ്ക് ധരിക്കണമെന്ന വ്യവസ്ഥയിൽ മാറ്റമില്ല. ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും മാസ്ക് ധരിക്കുന്നത് ഒഴിവാക്കാറായിട്ടില്ല എന്നാണ് ദുരന്ത നിവാരണ സേന നൽകുന്ന മുന്നറിയിപ്പ്. ഒക്ടോബർ 21 മുതൽ പ്രതിദിന കോവിഡ് കേസുകൾ 100-ൽ താഴെ മാത്രമാണ് യുഎഇയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കാനും മുൻകരുതൽ നടപടികൾ എടുക്കുവാനും മാസ്ക് ധരിക്കൽ നിർബന്ധമാക്കിയ നടപടി സഹായിക്കുമെന്ന് ആരോഗ്യമേഖലാ വക്താവ് ഡോക്ടർ നൂറ അൽ ഗൈദി അറിയിച്ചു. കോവിഡ് വകഭേദം ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം മാസ്ക് ധരിക്കൽ, അകലം പാലിക്കൽ, കൈകൾ അണുവിമുക്തമാക്കൽ തുടങ്ങിയ രീതികൾ ജീവിതശൈലിയാക്കേണ്ടി വരുമെന്ന് അദ്ദേഹം വിശദമാക്കി. ഇതുവരെ 2 കോടിയിലേറെ വാക്സിനാണ് യുഎഇ വിതരണം ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാന് $4.2 ബില്യൺ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. 3 ദിവസത്തെ സൗദി സന്ദർശനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തിരിച്ച് രാജ്യത്തെത്തിയതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. സൗദി അറേബ്യയിൽ നിന്ന് സൗദി കിരീടാവകാശിയുടെ മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവിൽ പങ്കെടുക്കാനാണ് ഇമ്രാൻഖാൻ സൗദിയിലെത്തിയത്. പാകിസ്ഥാന് വേണ്ടിയുള്ള സൗദിയുടെ സാമ്പത്തിക പാക്കേജിൽ $3 ബില്യൺ ധനസഹായവും $1.2 ബില്യൺ എണ്ണ വിതരണവുമാണ് നീക്കിവച്ചിരിക്കുന്നതെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സൗദി ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനിൽ $3 ബില്യൺ നിക്ഷേപം പ്രഖ്യാപിച്ചത്. പാക് സർക്കാരിന്റെ വിദേശ കറൻസി ശേഖരത്തെ പിന്തുണയ്ക്കുന്നതിനും കൊറോണ മഹാമാരിയുടെ ആഘാതം കുറയ്ക്കുന്നതിനുമാണ് സൗദി സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യയുടെ വിവിധ മേഖലകളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് റിപ്പോർട്ട്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ചിലയിടങ്ങളിൽ മഴ ശക്തി പ്രാപിച്ചേക്കും. വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. കുവൈത്തിലും ഇന്നും നാളെയും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. തെക്കു പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള താരതമ്യേന ഈർപ്പമുള്ള വായുപിണ്ഡത്തോടൊപ്പമുള്ള സീസണൽ സുഡാൻ ന്യൂനമർദ്ദത്തിന്റെ വ്യാപനമാണ് രാജ്യത്തെ ബാധിക്കുന്നതെന്ന് കുവൈത്ത് സിവിൽ ഏവിയേഷൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ചത്തെ കാലാവസ്ഥ ചൂടുള്ളതും ഭാഗികമായ മേഘാവൃതവും നേരിയതോ മിതമായതോ ആയ തെക്കുകിഴക്കൻ കാറ്റ് മണിക്കൂറിൽ 32 കിലോമീറ്റർ വേഗതയിൽ വീശാൻ സാധ്യതയുണ്ട്. കൂടാതെ നേരിയ ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഒമാൻ യുഎഇ അതിർത്തി ഗവർണറേറ്റായ ബുറൈമിലേക്ക് സഞ്ചരിക്കാൻ പാസ്പോർട്ടും റെസിഡന്റ് കാർഡും വേണമെന്ന നിബന്ധന നീക്കി ഒമാൻ. അൽ റൗദ, വാദി അൽ ജസീസ്, സായ ചെക്ക് പോസ്റ്റുകൾ വഴി യാത്ര ചെയ്യാം. നേരത്തെ യുഎഇയിൽ നിന്ന് ബുറൈമി വഴി പോകുന്നവർ പാസ്പോർട്ടിൽ എക്സിറ്റ് സീൽ ചെയ്യാൻ വാദി ജസി ചെക്ക് പോസ്റ്റ് വരെ 35 കിലോമീറ്ററോളം സഞ്ചരിക്കണമായിരുന്നു. അതേസമയം വർഷങ്ങൾക്ക് മുൻപ് ബുറൈമി അതിർത്തിയിലൂടെ യുഎഇയിലെ അലൈനിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്നെങ്കിലും പിന്നീട് അടയ്ക്കുകയായിരുന്നു. നിയന്ത്രണങ്ങൾ നീക്കിയത് ബുറൈമിയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ. ഇസ്രായേലിൽ നിന്ന് നേരിട്ടുള്ള വിമാനം സൗദി അറേബ്യയുടെ മണ്ണിൽ ഇറങ്ങിയതായി ഇസ്രായേൽ പൊതുവാർത്താവിനിമയ മാധ്യമമായ കാൻ ആണ് റിപ്പോർട്ട് ചെയ്തത്. സൗദി അറേബ്യയിൽ നിന്നുള്ള ആദ്യ വിമാനം ഇസ്രായേലിൽ ഇറങ്ങി 1 ദിവസം കഴിഞ്ഞാണ് ഇസ്രായേൽ വിമാനം സൗദിയിൽ ഇറങ്ങുന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. വിമാനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഇസ്രായേലും സൗദിയും തമ്മിൽ ഇതുവരെ ഔദ്യോഗികമായ ബന്ധങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ രഹസ്യ സന്ദർശനങ്ങളും സംഭാഷണങ്ങളും നടത്തുന്നുണ്ട്. ഇരുപക്ഷവും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതിയുടെ പ്രതിഫലനമാണിതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.